ഇന്ന് 2 സ്പെഷ്യൽ വിഭവങ്ങളാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട 2 വിഭവങ്ങളാണ് ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടി കുറച്ച് മാങ്ങ, കുറച്ച് പച്ചമുളക്, അതിലേക്ക് ചെറിയ ഉള്ളി കുറച്ച്. ഇനി നമുക്ക് കുറച്ച് ഇഞ്ചിയും ഒരു കഷ്ണം അല്ല 2 കഷ്ണം വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് 1 കപ്പ് തേങ്ങ, ഇതിലേക്ക് ആവശ്യമായ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനിയും കുറച്ച് മസാലകൾ, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും നമുക്ക് മസാല ഐറ്റംസ്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും. ഇതിലേക്ക് അല്പം കരിവേപ്പിലയും കൂടി ഇടാം. നമുക്ക് ആദ്യം ഇതൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എന്താണ് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ കൊഞ്ച് മാങ്ങയാണ്. ഇപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ച ഒരു 1/2 കപ്പ് കൊഞ്ചുണ്ട്. ആ കൊഞ്ച് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് കഴുകി വൃത്തിയാക്കിയെടുത്ത് ഇനി അതെല്ലാം കൂടി ഇട്ട് നമ്മളൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമ്മളൊരു ചട്ടി എടുത്ത് വെച്ച് കുറച്ച് കരിവേപ്പിലയൊക്കെ ചട്ടിയുടെ അടിയിലിട്ട് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പീര, അതായത് കൊഞ്ച് സഹിതമുള്ള പീര, ഒരു അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കതൊന്ന് നന്നായിട്ട് ഇളക്കി അടുപ്പത്ത് വെച്ച് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കാം. കാരണം കൊഞ്ച് വേകാനും നമ്മുടെ അരപ്പുകളെല്ലാം ഒന്ന് വെന്ത് കിട്ടാനുമായിട്ടാണ് നമ്മൾ മീൻ പീര ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ ഈ കൊഞ്ച് ഞാൻ ആദ്യം ഒന്ന് വറുത്തെടുത്ത് അതിൻ്റെ വാലും തലയൊക്കെ കളഞ്ഞതിന് ശേഷമാണ് നന്നായിട്ട് കഴുകിയെടുത്തത്. അപ്പോൾ നമ്മുടെ കൊഞ്ച് പീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നല്ല ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു കപ്പ പുഴുക്കാണ്. അതായത് ഉണക്ക് കപ്പ അല്ലെ വെള്ളുകപ്പ എന്നൊക്കെ കേട്ടിട്ടില്ലേ. ഇത് ഒരു 1-2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷമാണ് കഴുകി വൃത്തിയാക്കിയെടുത്ത്. അതുപോലെ തന്നെ 1 കപ്പ് ഉണക്കപ്പയറും കുതിർത്തത് കഴുകി വൃത്തിയാക്കിയെടുത്ത് രണ്ടും കൂടെ ഒന്നിച്ച് കുക്കറിലിട്ടാണ് ഞാൻ വേവിക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുക്കറടച്ച് വേവിച്ചെടുക്കാം. അപ്പം ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മളൊരു അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. അരപ്പ് എന്ന് പറയുന്നത് നാളികേരം, പച്ചമുളക്, വെളുത്തുള്ളി, ജീരകം ഒക്കെ കൂടെ ഇട്ടാണ് അരപ്പ് റെഡിയാക്കിയിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് കുഴച്ച് വൃത്തിയാക്കിയിട്ട് എടുക്കാം. അപ്പം ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഇത് അറിയാമോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഒരു കപ്പ പുഴുക്കിനെ പറ്റി ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് അപാരമാണ്. ഈ കൊഞ്ച് മാങ്ങ പീരയും കൂട്ടി ഇത് കഴിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ചെറിയ മത്തി, ചെറിയ മീനൊക്കെ പീരയാക്കി കഴിക്കുന്നതിന് തുല്യമാണ് ഇത്. ഇതിന് നല്ല ടേസ്റ്റാണ്. അപ്പം ഇത് ഇങ്ങനെ കൂട്ടി കഴിക്കുന്നത് വളരെ സ്വാദോടുകൂടി നമുക്ക് കഴിക്കാൻ പറ്റും. പിന്നെ ചോറ് ഒക്കെ വേണ്ടവർക്ക് ചോറും ഇങ്ങനെ കൂട്ടത്തിൽ കഴിക്കാം. അപ്പം എനിക്കെന്തായാലും ഈ കപ്പയും മീൻ പീരയും മാത്രം കഴിക്കുന്നതാണ് ഇഷ്ടം.